ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിരത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
ദൈവത്തിൻ്റെ മഹത്വം. കർത്താവായി യേശുക്രിസ്തു പറഞ്ഞ ഉപമകളാണ് നമ്മുടെ ധ്യാന വിഷയം. പല ഉപമകൾ നമ്മൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ഉപമ വിതക്കാരൻ്റെ ഉപമ. അതാണ് ഹെഡിങ്. വിതക്കാരൻ്റെ ഉപമ. പാരബിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പാരബിൾ ഈസ് എൻ എർത്ത്ലി സ്റ്റോറി വിത്ത് എ ഹെവൻലി മീനിങ്. ലോകപ്രകാരമുള്ളതായ ഒരു കാര്യം അവതരിപ്പിച്ചിട്ട് അതിൽ കൂടി സ്വർഗീയ മർമ്മങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വർഗീയ മർമ്മങ്ങൾ. ദൈവത്തിൻ്റെ മഹത്വം. ഈ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവായി യേശുക്രിസ്തു പടകിലിരിക്കുകയാണ്. കർത്താവായി യേശുക്രിസ്തു പടകെന്ന് പറഞ്ഞാൽ വള്ളം, ഗലീല കടല്. അങ്ങനെ കടലിരിക്കുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ധാരാളം ആളുകൾ കരയ്ക്ക് ചുറ്റും വന്ന് കൂടിയിരിക്കുന്നുണ്ട്. തിരുവചനം കേൾക്കാനും രോഗസൗഖ്യത്തിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. കർത്താവായി യേശുക്രിസ്തു നോക്കിയപ്പോൾ ആളുകളെല്ലാം നിൽക്കുന്നു. കർത്താവ് വേറെ ഒരു കാഴ്ചയും കൂടി കണ്ടു. ഈ ഗലീല കടലിൻ്റെ ഓരത്ത് ഇങ്ങനെ നമ്മുടെ പാടശേഖരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാൻ പാടില്ലേ? നെല്ല് വിതയ്ക്കുന്നതായ പാടശേഖരങ്ങൾ, നെൽവയലുകൾ, അതുപോലെ ഗോതമ്പും യവത്തുമൊക്കെ വളർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ വിതയ്ക്കുന്നതായ വയലുകൾ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വത്ത് നോക്കിയാൽ നോക്കത്തില്ലാത്ത വിധത്തിൽ ഇങ്ങനെ വയലുകൾ, പാടശേഖരങ്ങൾ. കർത്താവ് കാണുമ്പോൾ പലരും വിതയ്ക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒരു കൊട്ടയ്ക്കകത്ത് വിത്ത് എടുത്തിട്ട് ഇതിങ്ങനെ വാരി വിതറി വിതയ്ക്കുന്നുണ്ട്. കർത്താവ് അത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ഇവിടെ പോലെ പാടം ഇങ്ങനെ പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും അതിരുകൾ വരമ്പ് വെച്ച് തിരിച്ചിട്ടില്ല. പക്ഷെ ഒരു ചെറിയ കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വള്ളിയൊക്കെ കെട്ടിയിട്ടുള്ളൂ. ഇതെല്ലാം ഇങ്ങനെ വിശാലമായി ഒന്നിച്ച് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുന്നത് ഈ വയൽ ക്രോസ് ചെയ്ത് നടന്ന് പോകുന്നത് തന്നെ. കർത്താവായി യേശുക്രിസ്തു പടകിലിരിക്കുമ്പോൾ വിതക്കാരൻ വിതയ്ക്കുന്നത് കണ്ടു. കർത്താവായി യേശുക്രിസ്തു അതിലേക്ക് ജനത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. പടകിലിരുന്നിട്ട് കർത്താവ് പറഞ്ഞ്, നിങ്ങൾ അങ്ങോട്ട് നോക്കി. വിതക്കാരൻ വിത്ത് ഇങ്ങനെ വിതച്ച് വിതച്ചു നടക്കുന്ന നിങ്ങൾ കാണുന്നില്ല. ഉവ്വ. അതിൽ നിന്ന് ഞാൻ നിങ്ങളൊരു പാഠം പഠിപ്പിക്കാം. അപ്പോൾ വിതയ്ക്കുക എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എൻ എർത്ത്ലി സ്റ്റോറി. ഈ ലോകപ്രകാരമുള്ള ഒരു സംഭവമാണ്. അതിൽ നിന്ന് കർത്താവ് എന്താണ്? സ്വർഗീയമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ആൻ എർത്ത്ലി സ്റ്റോറി വിത്ത് എ ഹെവൻലി മീനിങ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇനി ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ചേ. മത്തായി 13-ന്റെ 3 വല്ല വാക്യം ഒന്ന് വായിച്ചേ. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരം എല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ പറഞ്ഞു. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ദൈവത്തിന് സദേ നിങ്ങൾ കാണുന്നില്ലേ? വിതയ്ക്കാൻ പുറപ്പെട്ട് ഇങ്ങനെ ഓരോരുത്തരെ, അവിടെ വേറൊരു വിതക്കാരന്, ഇവിടെ വേറൊരു വിതക്കാരന്, ഇപ്പം വേറൊരു വിതക്കാരൻ ഇങ്ങനെ വിതച്ച് നടക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളും ചിന്തിച്ച് എന്ന് പറഞ്ഞ് കർത്താവ് പറയുകയാണ്. തുടർന്ന് വായിച്ചു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യനുദിച്ചാറെ ചൂട് തട്ടി വേറില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. വിതക്കാരൻ വിതക്കാൻ പുറപ്പെട്ടു. ഈ വിതയുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങളുണ്ട്, 4 ഘടകങ്ങളുണ്ട്. ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചാൽ മാത്രം മതി. 4 ഘടകങ്ങൾ. 1 വിതക്കാരൻ, 2 വിത്ത്, 3 നിലം, മണ്ണ്, പാടം, 4 വിളവ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? നമ്മുടെ ഇപ്പം ഈ രാമകല പ്രദേശമൊക്കെ പോകുമ്പോൾ എന്തുമാത്രം പാടശേഖരങ്ങളാണ്. എല്ലാം നിലമെല്ലാം ഒരുക്കിയതിൻ്റെ ശേഷം
വിതയ്ക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ഒന്ന് വിതക്കാരൻ. വിതയ്ക്കുന്ന എന്താണ്? വിത്താണ്. എവിടെയാണ് വിതയ്ക്കുന്നത്? മണ്ണിലാണ്. എന്തിനാണ് വിതയ്ക്കുന്നത്? അതിൻ്റെ വിളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിതക്കാരൻ, വിത്ത്, നിലം, മണ്ണ്. ഇനി ഏതാണ് ഈ വിതക്കാരൻ? വിതക്കാരൻ വായിച്ച് 13:37 വായിച്ച്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. കർത്താവായ യേശുക്രിസ്തുവാണ് വിതക്കാരൻ. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാം വചനമാണ്. ഏതാണ് വിത്ത്? മർക്കോസ് 4:14 വായിച്ച്. വിത്ത് ഏതാണ്? വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതയ്ക്കുന്നു. വിത്ത് ഏതാണ് പറഞ്ഞേ? വചനമാണ്. അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. വിത്ത് വചനമാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഈ നിലമേതാ? ഏതാന്ന് പറഞ്ഞേ? നിലമേതാ? മർക്കോസ് 4:15 വായിച്ച്. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടതായ വചനം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വിത്ത് വന്ന് വീടിന്റെ എവിടെയാണ്? ഹൃദയമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പ്രത്യേകിച്ച് വായിക്കേണ്ട കാര്യമില്ല. അത് വിളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിതക്കാരൻ കർത്താവായ യേശുക്രിസ്തു, വിത്ത് ദൈവത്തിന്റെ വചനം, നിലമെന്ന് പറയുന്നത്, പാടം എന്ന് പറയുന്ന മനുഷ്യ ഹൃദയം, വിളവ് എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഫലം, ദൈവികമായിരിക്കുന്ന സൽസ്വഭാവം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത്ര നിങ്ങൾക്ക് മനസ്സിലായി? ക്ലിയർ ആണല്ലോ. ഇനി ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ, വിതക്കാരനും വിത്തും, അത് രണ്ടും തെറ്റില്ലാത്തതാണ്. അത് നല്ലതാണ്. കർത്താവായ യേശുക്രിസ്തുവിന് കുറവൊന്നുമില്ല, തെറ്റ് പറ്റില്ല. വിതക്കാരൻ നല്ലതാണ്. വിത്ത് ഏതാന്ന് പറയുന്നത്? വചനമാണ്. വചനവും നല്ലതാണ്. പക്ഷേ ഫലം കായ്ക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഫലം കായ്ക്കുന്നത് അത് എവിടെയാ വീണതെന്നനുസരിച്ചാണ്. അത് നിലത്തിന്റെ പ്രകൃതി അനുസരിച്ചാണ് ഫലം കായ്ക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പാടില്ല. നല്ല വളക്കൂറുകളാണെങ്കിൽ നന്നായിട്ട് വളർന്നു വരും. മണ്ണിലെത്താണെങ്കിൽ അധികം പിന്നീട് പറഞ്ഞുകൊള്ളാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എവിടെ വീഴുന്നു. ആ വിത്ത് വീണ് കിട്ടുന്ന ഹൃദയത്തിന്റെ ഒരുക്കവും അതിൻ്റെതായ അവസ്ഥയും എന്താണ്? ഹല്ലേലൂയ. ദി ഫേറ്റ് ഓഫ് എനി സ്പോക്കൺ വേർഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഹിയറർ. ഇന്ന് ഞാൻ ഈ വചനം പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. പലർക്കും പല വിധത്തിലാണ്. നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഹൃദയം ഒരുക്കിയിരിക്കണം. ദൈവത്തിന് മഹത്വം. ദൈവമേ, നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഇന്ന് കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ മതിയായതായിരിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ 4 തരത്തിലുള്ളതായ ഘടകങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് കർത്താവായ യേശുക്രിസ്തു വിതച്ചതിൽ 3% നഷ്ടപ്പെട്ടു പോയി, ഫലം കായ്ച്ചില്ല. 1 മാത്രമേ ഫലം കായ്ച്ചുള്ളൂ. സോ ഫാർ സോ ഗുഡ്. അത്രയെങ്കിലും നന്നായല്ലോ. ഞാൻ പറഞ്ഞു 1 ഭാഗം മാത്രമേ പ്രയോജനപ്പെട്ടുള്ളെങ്കിലും വളരെ നല്ലതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരും ഇളച്ചിരിക്കരുത്, ശാന്തമായിട്ടിരിക്കരുത്. കർത്താവിന് വേണ്ടി ആളുകളെ കൂട്ടി വരുത്തണം. സഭാപ്രസംഗം നടത്തിയ സഭാപ്രസംഗയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. സഭാപ്രസംഗി 11:4. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല. മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. പറഞ്ഞേക്കോ, എന്തെങ്കിലും ഒഴിവൊഴിവ്. ഇപ്പൊ വിതച്ചാൽ പറ്റൂല. അവന് ഇഷ്ടമായില്ലെങ്കിലോ, കൂട്ടുകാരനെ വിളിച്ചാൽ, അല്ലെങ്കിൽ അവനെന്നെ കളിപ്പിച്ചാലോ, അല്ലെങ്കിൽ മഴയാകുമ്പോൾ പെയ്യും, അതുകൊണ്ട് ഞാൻ വിതയ്ക്കില്ല. ഒരു ഒഴിവൊഴിവും വേണ്ട. കഴിയാവുന്നിടത്തോളം നിങ്ങൾ അധ്വാനിക്കണം. നന്ദിയോടെ സ്തോത്രം. ആരാണ് ഇവിടെ വിതയ്ക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു നമ്മളെ വിട്ട് കടന്നുപോയി. ഇവിടെ വിതയ്ക്കുന്നത് ദൈവമക്കളാണ്. അവരുടെ പേരെന്ന? സുവിശേഷകൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. സുവിശേഷകനാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, അത് കേൾക്കുന്നത് തന്നെ വലിയ ഇഷ്ടമാണ്. സുവിശേഷകൻ. ഞാനൊരിക്കൽ മീനങ്ങാടിയില് ഒരു പള്ളിക്കാരുടെ കൺവെൻഷനിൽ പോയതാണ്. വൈകുന്നേരം കൺവെൻഷൻ. ഞാൻ ആ പള്ളിയിൽ രാവിലത്തെ കുർബാനയ്ക്കും പോയി. അപ്പോൾ അവിടുത്തെ കപ്പിയാര് പള്ളിയിലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എന്ന് ചോദിച്ചു, ഉപദേശി എപ്പോഴാ വന്നേ? എന്നോട് ചോദിച്ചു, ഉപദേശി എപ്പോഴാ വന്നേ?
എനിക്ക് വലിയ ഇഷ്ടമായി ആ വിളി. ഒരു പ്രൊഫസർ എന്ന് വിളിക്കുന്നതിനേക്കാൾ, ദൈവത്തിന് സ്തോത്രം, ഒരു അധ്യാപകൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു വേലക്കാരൻ എന്ന് വിളിക്കപ്പെടുന്നതാണ് ഏറ്റവും മാന്യമായിട്ട് ഞാൻ കരുതുന്നത്. എൻ്റെ ഏറ്റവും വലിയ പദവി അതാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കഴിയാവുന്നിടത്തോളം മനുഷ്യർക്ക് ഈ വിത്ത് വിളമ്പി കൊടുക്കാനാണ്. കർത്താവ് ചെയ്യേണ്ട കാര്യം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏതെങ്കിലും ഒരു മദ്യപാനിയായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയോ അഴിഞ്ഞാടി നടക്കുന്നവനെയോ ഒന്ന് വന്നേ, നിങ്ങൾക്ക് വചനം പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ സാധിക്കാന്ന് പറയുന്നത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങളുടെ ആരുടെയുമല്ല, എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുഴുവൻ ഈ വചനപ്രകാരമാണ്. നിർബന്ധമാണ് എനിക്ക് ഈ വചനത്തിൽ നിന്ന് വള്ളിയോ തെറ്റരുത് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ വീട്ടിൽ അദ്ദേഹം വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ചു കൂട്ടി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ എല്ലാവരും വിളിച്ചു കൂട്ടി. പത്രോസ്ലീഹായുടെ ഒരാളെ വിട്ട് പറയിപ്പിച്ചു, ഒന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് വരണം. അദ്ദേഹത്തിന് വചനം പറയാനെന്ന് അറിഞ്ഞുകൂടാ. ആളുകളെ വിളിച്ചു കൂട്ടാൻ അറിയാം, വചനം പറയാനെന്ന് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടട്ടെ. പത്രോസ്ലീഹയ്ക്ക് ആള് വിട്ടു. പത്രോസ്ലീഹ വന്നു. അപ്പോൾ പത്രോസ്ലീഹ വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാൽക്കൽ അങ്ങ് വീണിട്ട് സന്തോഷത്തോടെ പറഞ്ഞ വാക്കുകളൊന്ന് വായിച്ച് 33-ാമത്തെ വാക്യം വായിച്ച് 10:33. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ആളെ പറഞ്ഞയച്ചപ്പോൾ പത്രോസ്ലീഹയെ, നീ ഈ വരാൻ നിനക്ക് താല്പര്യം തോന്നിയത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും എല്ലാം നിങ്ങൾ കേൾക്കണം. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടോ നിങ്ങളെല്ലാരും? പത്രോസ്ലീഹ പറയുന്നത് കേൾക്കാനല്ല, കർത്താവ് പത്രോസ്ലീഹയെ ഫലമേൽപ്പിച്ചത് എല്ലാം കേൾക്കാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാനും ഞെട്ടലോടെ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കൾ, ഇതെല്ലാം ഒന്ന് കുത്തിക്കുറിച്ച് ദൈവമേ നീ ഇടപെടണമെന്ന് എത്ര വട്ടം എത്ര മണിക്കൂറുകൾ ഞാൻ പറഞ്ഞ കേമാവോ ഇതുമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് കൽപ്പിച്ചത് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. സ്വന്തം ബുദ്ധിയും അറിവും കഴിവൊന്നുമില്ല, എൻ്റെ അഭിപ്രായമോ ജ്ഞാനമോ ഭാഷയോ ഒന്നുമല്ല. സ്വർഗം ഈ നാവിലൂടി ഇടപെടണമേ. അപ്പോസ്തല പ്രവൃത്തികൾ 4:30 കൂടെ വായിച്ച്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4 ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, മനുഷ്യൻ്റെതായ വാക്കുകളല്ല. വായിച്ചു. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ദൈവത്തിന് നിങ്ങളതാ പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് സീമാ സാറോട് എഴുന്നേൽക്കുന്നു. സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ രക്തം പുരണ്ട വചനം ആ ദാസന്റെ നാവിൽ കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകം പ്രാർത്ഥിക്കണം. അവിടെ എഴുന്നേൽക്കുന്ന ആരാണെങ്കിലും കർത്താവെ നിന്നിൽ നിന്ന് പ്രാപിച്ച് പറയുവാനുള്ള കൃപ നൽകണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, വിത്ത് നല്ലതാണ്, വിതയ്ക്കുന്നവൻ നല്ലതാണ്. പക്ഷെ ഫലം കായ്ക്കണമെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ നിങ്ങൾ റിസീവ് ചെയ്യുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുന്നത് 4 തരം മണ്ണാണ്, 4 തരം നിലമാണ്. നിലം എന്ന് പറഞ്ഞാൽ ഏതാന്ന് പറയുന്നത് ഹൃദയമാണ്. ഇപ്പൊ നിങ്ങൾ 4 തരത്തിൽപ്പെട്ടവരാണ്. അതങ്ങനെ അല്ലാതെ വരട്ടെ, ഒരു തരത്തിലുള്ള ഇതാകട്ടെ എന്നാണ് ആഗ്രഹം. 4 തരത്തിലുള്ളതായിരിക്കുന്നതായ മണ്ണ് അത് മനുഷ്യഹൃദയമാണ്. 4 തരം മണ്ണിൽ വിത്ത് വീണു. ഒന്നാമത്തെ ഏതാണ്? 13:4 വായിച്ചേ. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. ഒന്ന് വഴിയരികെ. ദൈവത്തിന്റെ സ്തോത്രം. പറഞ്ഞു മനസ്സിലായില്ലേ? നടന്ന് ഇതിപ്പോ മണ്ണുള്ളതായ ഒരു നിലമാണെന്ന് വിചാരിക്കുക. ഉഴുത് ഇളക്കിയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു നിലം. പക്ഷേ വിതയ്ക്കാൻ കാലാവസ്ഥ അനുകൂലമായി വരാൻ കുറച്ച് ദിവസങ്ങൾ എടുത്തു. അവിടെ നിന്ന് ഒരു വാതില് ഇങ്ങോട്ട് പോകാണ്ട് നടക്കുന്ന ആളുകൾ ഇതിലെ നടന്നങ്ങ് പോവുക. ചവിട്ടി തറഞ്ഞതായ മണ്ണ്, അതാണ് വഴി. ഈ വഴിയിൽ വീണ് കുറെ വിത്ത്.
ഞാൻ പറഞ്ഞില്ല, പാടശേഖരങ്ങൾ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. വിതയ്ക്കുമ്പോൾ പലയിടത്ത് വീഴും. വിത്തല്ല ഇങ്ങനെ വാരി എറിയല്ലേ. ചിലത് വഴിയരികെ വീണു, വഴിയിൽ വീണു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഏതാണ്? 13:5-6 വായിച്ച്. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു. രണ്ടാമത്തേത് പാറയുടെ പുറത്ത് വീണു. ഒരു ഇച്ചിരി മണ്ണേ ഉള്ളൂ, ഒരു 1/2 ഇഞ്ച് മണ്ണോ അല്ലേ ഉള്ളൂ, പാറ സ്ഥലത്ത് വീണു. മൂന്നാമത്തെ ഏതാണ്? 13:7 വായിച്ച്. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മറ്റു ചിലത് മുള്ളിൻ ഇട വീണു. ദൈവത്തിന്റെ സ്തോത്രം. വേരും മുള്ളും എല്ലാം കൂടെ കിടക്കുന്നതിന്റെ ഇടയ്ക്ക് വീണു. നാലാമത്തെ ഏതാണ്? 13:8. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. ദൈവത്തിന്റെ സ്തോത്രം. പിടികിട്ടി നിങ്ങൾക്ക്? 4 തരം മണ്ണ്. 1 വഴിയരികെ, 2 പാറപ്പുറത്ത്, 3 മുള്ളുകളുടെ ഇടയിൽ, 4 നല്ല നിലത്ത്. മനുഷ്യ ഹൃദയത്തെ കാണിക്കുന്നതാണ്. ഞാൻ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, വേഗം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ വഴിയരികെ വീണത്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ ഹിയറർ വിത്ത് എ ഷട്ട് മൈൻഡ്, എ ഹാർഡ് ഗ്രൗണ്ട്. ദൈവമക്കളെ അങ്ങനെ ആകരുത്. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ഉള്ളം തകരണം. ചിലരുടെ കഠിന ഹൃദയമാണ്, എന്തുമാത്രം കേട്ടാലും തകരുകയില്ല, ഒരു മാറ്റം വരികയില്ല. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയം തകരണം. തകർന്നു കഴിഞ്ഞിട്ട് മഹാഭാവി എന്നോട് കരുണ തോന്നണം. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം. രണ്ടാമത്തെ കാര്യം ഏതാണ്? രണ്ടാമത്തെ കാര്യം എന്താണ്? പാറപ്പുറത്ത് വീണു. പാറപ്പുറത്ത്. ദൈവത്തിന് സ്തോത്രം. ഈ മണ്ണിനേക്കാൾ, ചവിട്ടി തറഞ്ഞ മണ്ണിനേക്കാൾ കഠിനമുള്ളതാണ്. പക്ഷെ ഒരു തിൻ ഫിൽം ഓഫ് സോയിലുണ്ട്. ഒരു ചെറിയ 1/2 ഇഞ്ച് കനത്തിലുള്ള മണ്ണുണ്ട്. വിത്തിയെന്ന് വീണു, നനവൊക്കെ ഉണ്ടായിരുന്നു, വേഗം മുളച്ചു വന്നു. പിന്നെ എന്താ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. അതിന് മണ്ണിന് ആഴമില്ലാത്തതുകൊണ്ട് വേഗം ഉണങ്ങിപ്പോയി. ചിലര് വചനം കേൾക്കും, ഹല്ലേലൂയ എന്നൊക്കെ പറയും, മാനസാന്തരപ്പെട്ടെന്ന് പറയും. ദാറ്റ് ഇസ് എ ഫ്ലാഷ് ലൈറ്റ് ഗോസ്പൽ. വെറുതെ ഇമോഷണലാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. വെറുതെ ഇമോഷണലാണ്, അതൊന്നുമല്ല. ആഴത്തിൽ ദൈവത്തിന് സ്തോത്രം. വേരൂന്നണം. ക്രിസ്ത്യ ജീവിതം തുടക്കമല്ല, ഒടുക്കമാണ് പ്രധാനം. ദി ജഡ്ജ്മെന്റ് ഈസ് ജഡ്ജ് നോട്ട് ബൈ ദ ബിഗിനിങ് ബട്ട് ബൈ ദി എൻഡ്. എങ്ങനെ തുടങ്ങിയെന്നല്ല, എങ്ങനെ അവസാനിപ്പിച്ചു. ഞാൻ ഇത്രയും പ്രായമായി, ഞാൻ പറഞ്ഞില്ല, ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഈ വചനത്തിന്റെ വിത്ത് വീണ് കിട്ടി. അത് മുളച്ച് ഇത്രയൊക്കെ ഫലം കാക്കാൻ ദൈവം കൃപ തന്നില്ലേ. ഹല്ലേലൂയ. ഒരു തകർന്ന ഹൃദയം തന്നു, ഇന്നും കരഞ്ഞു. ദൈവം നാമത്തിൽപ്പെടുവാകട്ടെ. പുറമേയുള്ളതായ ഇളക്കമൊന്നും പോരാ. ദൈവത്തിന് സ്തോത്രം. പാറമേൽ വീണത് പോരാ. പിന്നെ എവിടെയാണ് വായിച്ച്? മത്തായി 13:7 വായിച്ച്. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ വ്യാഖ്യാനം മുഴുവൻ മത്തായിയുടെ സുവിശേഷം 18 മുതൽ 23 വരെ ഞാനീ പറഞ്ഞതുപോലെ വിശദീകരണം കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മുള്ളുകളുടെ ഇടയിൽ വീണു. അവിടെ ഈ സാധാരണ അവിടുത്തേതായ പാടശേഖരത്തിൽ വളരുന്നതായ മുൾച്ചെടികളുണ്ട്. അത് മുഴുവൻ വെട്ടിപ്പറിച്ചൊക്കെ കളയും. പക്ഷെ അതിന് വേരിൽ നിന്ന് മുളച്ചു വരും. മാത്രമല്ല, അതിൻ്റെ വിത്ത് മണ്ണിൽ കിടപ്പുണ്ടാവും. ഈ മുൾച്ചെടികളുടെ വിത്ത് അങ്ങനെ നന്നായിട്ട് കിളച്ച് എല്ലാം പറിച്ചു കളഞ്ഞു. എന്നാലും വേരിന്റെ ചെറിയ കഷ്ണങ്ങൾ അത് വേഗം മുളയ്ക്കും. മാത്രമല്ല, ഈ ചെടിയുടേതായിരിക്കുന്ന വിത്ത് മണ്ണിൽ കാണും. അത് കാണാൻ ഒക്കില്ലല്ലോ, മണ്ണടി കിടന്നില്ല. ഗോതമ്പോ യവമോ വിതച്ചു, അത് മുളച്ചു വന്നു. കൂടുതൽ മറ്റത് മുളച്ചു വന്നു. കളകൾ അതിശക്തിയോടെ കരുത്തോടെ മുളച്ചു വരും. ഗോതമ്പ് മുളച്ചു വന്നു. പക്ഷേ ഈ മുള്ളുകളുടെ കരുത്തോടെയുള്ളതായ വളർച്ച ഗോതമ്പിനെ ഞെരുക്കിക്കളഞ്ഞു. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 18-19 വായിച്ച്. 4-ാം അധ്യായത്തിന്റെ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-19. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും
മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കിടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. നിഷ്ഫലമാക്കി. നിങ്ങളിത് കേട്ടിട്ട് പോയി നല്ലതായിരുന്നു ഒരു തീരുമാനമൊക്കെ എടുത്തു. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ചില പ്രേമങ്ങൾ, ചില സിനിമയിലെ കാഴ്ചകൾ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതൊക്കെ ഒന്ന് മാറണം കേട്ടോ. ഈ വിത്ത് വീണ് കിട്ടിയത് അങ്ങ് ഞെരിച്ച് ഇല്ലാണ്ടാക്കി കളയുക. അതുകൊണ്ട് ഒരിക്കലും മുള്ളുകളും മറ്റുള്ള ലോക ചിന്തകളും ജഡീകമായ വിചാരങ്ങളും സ്ഥാനമോഹങ്ങളും വഴക്കും കഞ്ചാവും ഇതൊന്നും നിങ്ങളെ ഞെരുക്കി ഈ വിത്തിന് ഫലം കായ്ക്കാൻ സാധ്യമല്ലാത്തതിലാക്കി കളയരുത്. നാലാമത്തെ കാര്യം എന്താണ്? മറ്റു ചിലത് നല്ല നിലത്ത് വീണു. ഹല്ലേലൂയ. നല്ല നിലത്ത് വീണു. വായിച്ചേ. 100, 60, 30 മേനിയായി വിളഞ്ഞു. എത്ര മനോഹരമാണ് അതിപ്പോൾ ഇവിടെ നടക്കണം. നല്ല നിലത്ത് വീണു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. വചനം ഇങ്ങനെ മോന്തി കുടിക്കുകയാണ് നിങ്ങൾ. ആർത്തിയോട് ദാഹിച്ചും വരണം വെള്ളത്തിനായി ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വചനം നിങ്ങൾ ആർത്തിയോടെ അങ്ങ് സ്വീകരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരു ഒരുക്കപ്പെട്ടതായ ഹൃദയം, ദാഹത്തോടെ കേൾക്കുന്ന ഹൃദയം, സമ്പൂർണമായി സ്വീകരിക്കുന്നതായ ഹൃദയം. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ ഉൾനട്ട വചനം. ദാഹിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് വെള്ളം കൊടുക്കുമ്പോൾ അതങ്ങ് മോന്തി കുടിക്കുന്ന പോലെ ഈ വചനം നിങ്ങളൊന്നും ചെയ്യണ്ട. വിതയ്ക്കുന്ന ഞാനല്ലേ. ഹൃദയം അങ്ങ് തുറന്നിരുന്നാൽ മതി. തകർന്നതായിരിക്കുന്ന ഹൃദയത്തിലേക്ക് വിത്തങ്ങ് വീഴട്ടെ. ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ അതിനെ നനച്ച് വളർത്തും. ഞാൻ ഈ ചെടികൾ വയ്ക്കാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ ഏത് ചെടിയും നിങ്ങൾ വിചാരിച്ചു ഒരു പൂച്ചെടി പോലെ ആയിരിക്കും. മറ്റെന്തെങ്കിലും വല്ല വെണ്ടയോ വഴുതിനെയൊക്കെ നടുമ്പോൾ ശരി. സാധാരണഗതിയിൽ എൻ്റെ പൊന്നു കർത്താവ്, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അടുത്ത വാക്കെന്താ? വളരുമാറാക്കുന്നത് ദൈവമാകും. അതിൻ്റെ അത്ഭുതം ഞാൻ കാണേണ്ടിയിരിക്കണേ. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഞാൻ ആരാണ്? എന്നെ ഭരമേൽപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് വിളമ്പി തന്നു. നിങ്ങൾ സ്വീകരിച്ചോ? വചനം കർത്താവായ യേശുക്രിസ്തുവാണ്. ചതുർവിധ മണ്ണിന്റെ ഉപമ എന്ന് പോലും സ്കോപ്സ് പറയുന്നുണ്ട്. വിൽഫ്രഡ് സ്കോപ്പ് പറയുന്നതിനെ വിളിക്കുന്നതന്നെ 4 തരത്തിലുള്ളതായിരിക്കുന്ന മണ്ണിന്റെ ഉപമ. നിങ്ങൾ ഹൃദയം ഒന്ന് തുറന്നിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നല്ല വിളവ് നിങ്ങൾക്ക് തരും. കാട്ടുമുന്തിരിങ്ങ കായ്ക്കരുത്, തെറ്റൊന്നും പറ്റരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കണം. ഇന്ന് ഈ വിത്ത് വീണ് കിട്ടി. വിത്ത് ഏതാണ്? വചനമാണ്. വചനം ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. വചനം കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. വചനം ജഡമെടുത്താണ് കർത്താവായ യേശുക്രിസ്തു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. മക്കൾ ഹൃദയം തുറന്നോ? ഹല്ലേലൂയ. ഇവിടെ വന്നിരുന്ന ഹൃദയം തുറന്നപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തുവാകുന്ന വചനമാകുന്ന വിത്ത് ഈ പാവപ്പെട്ട എൻ്റെ ചങ്കിനകത്ത് വീണ് കിട്ടിയത്. കഴിഞ്ഞ 47, 48 വർഷങ്ങളായി അത് വളർന്നു വന്ന് ചിരിച്ചൊക്കെ ഫലമൊക്കെ കായ്ക്കുന്നു. ഹല്ലേലൂയ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തു വിത്തായിട്ട് നിങ്ങളുടെ ചങ്കിനകത്ത് വീഴട്ടെ. ഹല്ലേലൂയ. അത് വളരട്ടെ. അത് വളർന്ന് ഫലം കായ്ക്കട്ടെ. അത് ആത്മാവിന്റെ ഫലവും സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞു കാച്ച് മറ്റുള്ളവർക്ക് രുചിപ്രദമായിരിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം തമ്പുരാൻ കനിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.